തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുക്യാറ്റ് പഠന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയും പ്രശസ്ത വാഗ്മിയുമായ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിന് ഈ വേദിയിലേക്ക് സ്വാഗതം. പിതാവിനോട് സംവദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമായി കടന്നു വന്നിരിക്കുന്നത് തലശ്ശേരി കത്തീഡ്രൽ ഇടവകയിലെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. യുവജനങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുക്യാറ്റിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്. പിതാവെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. തീർച്ചയായും. ആരാണ് ആദ്യം ചോദിക്കുന്നത്? ജിറ്റിയാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്. ജിറ്റിയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അഭിവന്തി പിതാവേ, എൻ്റെ പേര് ജിറ്റി. എൻ്റെ ചോദ്യം ഇതാണ്: ഈശോയുടെ പരസ്യ ജീവിത കാലത്തിൽ ഉടനീളം നമ്മൾ കേട്ടിട്ടുള്ള ഉപമകളിലെല്ലാം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ സഭ കർഷകരോടും പാവപ്പെട്ടവരോടും എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഈ രീതി സുവിശേഷവുമായി ബന്ധപ്പെട്ടതാണോ? യെസ്, ജിറ്റിയുടെ ചോദ്യം കർഷകർക്ക് വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ജിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതായത് ഈശോ പറഞ്ഞ പല ഉപമകളും കൃഷിയും കർഷകരും മനുഷ്യൻ്റെ സങ്കടങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികി വീണു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഉപമയാണ്. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്നാണ്. ഒരു പിതാവ് തൻ്റെ മക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് തോട്ടത്തിൽ പണിയെടുക്കാൻ പോകാമെന്ന്. ഒരുത്തൻ പറഞ്ഞു പോവുകയില്ല, പിന്നെ അവൻ അനുദവിച്ചു പോയി. വേറൊരുത്തൻ പോകാമെന്ന് പറഞ്ഞു, പിന്നെ പോയില്ല. ഈശോയുടെ ഉപമകളിൽ നല്ലൊരു പങ്ക് അതുപോലെ കളകളുടെ ഉപമ അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈശോയുടെ കാർഷിക ഉപമകൾ വളരെ പ്രസിദ്ധമാണ്. കർഷകനും കർഷകൻ്റെ ദുഃഖങ്ങളും കർഷകൻ കടന്നു പോകുന്ന പ്രതിസന്ധികളും എല്ലാം ഈശോ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകൻ യഹൂദ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ്. പ്രത്യേകിച്ച് കാർഷിക ജോലി ചെയ്യും കർഷകരായ വലിയ ഭൂവുടമകളുണ്ട്. അവരെ കർഷകരല്ല, ഭൂവുടമകൾ മാത്രം. അവരിങ്ങനെ തൊഴിലാളികളെ നിർത്തി പണിയെടുപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരെക്കുറിച്ചല്ല ഈശോയ്ക്ക് ആശങ്കയുള്ളത്. ഈ കർഷക തൊഴിലാളികളെക്കുറിച്ചും അവരുടെ സങ്കടങ്ങളെക്കുറിച്ചുമാണ് ഈശോ ഉപമയിൽ സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിലും കർഷകർ സമാനതകളില്ലാത്ത സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷി ഒരു ഉപജീവന മാർഗമായി സ്വീകരിച്ചവരൊക്കെയും ഇന്ന് സങ്കടപ്പെടുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും ചെയ്യും. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ അവർ വിഷമിക്കുന്നുണ്ട് എന്ന് കർഷകരായ എല്ലാവർക്കും അറിയാവുന്നു. ഏറ്റവും പ്രകടമായൊരു ഉദാഹരണം പറഞ്ഞാൽ റബ്ബർ കർഷകർ. ഒരു കിലോ റബ്ബറിൻ്റെ ഉൽപാദന ചെലവെന്ന് പറയുന്നത് മിനിമം ഒരു 250 രൂപ വരും. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ റബ്ബറിന് കിട്ടുന്നത് 150 രൂപയിൽ താഴെ വിലയാണ് അല്ലേ. എന്ന് പറയുമ്പോൾ ഓരോ കിലോയിലും 100 രൂപ നഷ്ടം സഹിച്ചാണ് കർഷകൻ റബ്ബർ വെട്ടി ഉണക്കി ഷീറ്റാക്കി കൊണ്ടേ കൊടുക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കർഷകൻ അവൻ്റെ ഉപജീവനത്തിൻ്റെ വഴി അടഞ്ഞുപോയി എന്നുള്ളതാണ് കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം. ഇതുപോലെ തന്നെയാണ് മറ്റ് കാർഷിക മേഖലകളിലെ പ്രതിസന്ധികളും എന്ന് നമുക്കറിയാം. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇത് സഭ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കേരളത്തിലെ സഭ കർഷകരുടെ പക്ഷത്തു നിന്ന് നിരന്തരമായ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ, AKCCയുടെ നേതൃത്വത്തിൽ ഒക്കെ കർഷകൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സഭ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, സഭയ്ക്ക് സുവിശേഷം പ്രസംഗിച്ചിരുന്നാൽ പോരെ, എന്തിനാണ്
ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈശോ അത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. മനുഷ്യൻ്റെ ദുഃഖങ്ങളും അവൻ്റെ ആകുലതകളും ഈശോയുടെയും ദുഃഖങ്ങളും ആകുലതകളുമായിരുന്നുവെങ്കിൽ സമകാലിക മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് കർഷകരുടെ പ്രതിസന്ധികൾ സഭയുടെയും ആകുലതയാകണം. അത് സഭയുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. സഭ ക്രിസ്തുവിനെ അനുകരിക്കുന്ന സഭയാണെങ്കിൽ തീർച്ചയായും ഈ കർഷകൻ്റെ വേദനകളോട്, ദൈന്യതകളോട് ഒത്തുനിൽക്കും. അതുപോലെ തന്നെ മദ്യത്തിനെതിരായി സഭ സംസാരിക്കുമ്പോൾ പല രാഷ്ട്രീയക്കാരും ചോദിക്കുന്നുണ്ട്, ഇത് സഭയുടെ വിഷയമാണ്, സഭ എന്തിനാണ് ഈ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. മദ്യപാനത്തിലൂടെ നശിച്ചു പോകുന്ന കുടുംബങ്ങൾ, മദ്യത്തിലൂടെ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, മദ്യത്തിലൂടെ കണ്ണുനീരിൻ്റെ കാണാക്കയങ്ങളിലേക്ക് എറിയപ്പെടുന്ന അമ്മമാർ, അവരുടെയൊക്കെയും ദുഃഖം സഭ ഗൗരവത്തോടെ പരിഗണിക്കുന്നു. അവരുടെ വേദനകളുടെ ഒപ്പം നിൽക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് സഭ മദ്യവർജനത്തിന് വേണ്ടി വാദിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും സമരമുഖങ്ങളിൽ എത്തുകയും ചെയ്യും. കുടിയിറക്കപ്പെടുന്നവൻ്റെ ഒപ്പം സഭ നിൽക്കും. മത്സ്യത്തൊഴിലാളികളുടെ സങ്കടങ്ങൾക്കൊപ്പം സഭ നിൽക്കും. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നിയമങ്ങളും രാജ്യത്തിൻ്റെ വിഭവങ്ങളും തീരെഴുതുമ്പോൾ അത് തെറ്റാണ് എന്നും ഈ പാവപ്പെട്ടവന് ജീവിക്കാനുള്ള വഴിയൊരുക്കണമെന്നും പറയാൻ സഭയ്ക്ക് കഴിയണം. അത് സഭയുടെ ദൗത്യമാണ്. അത് ചെയ്യാതിരുന്നാൽ സഭ തൻ്റെ ദൗത്യങ്ങളിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളത്. എപ്പോഴും സഭ ക്രിയാത്മകമായി ചെയ്തു എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. എങ്കിലും സഭയുടെ പ്രഖ്യാപിത ലക്ഷ്യവും നിലപാടുകളും ഈ സുവിശേഷത്തിലെ ഈശോയുടെ നിലപാടുകളോട് ഒത്തായിരിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാൻ പറ്റും. ആനുകാലിക പ്രസക്തി നിറഞ്ഞതായിരുന്നു ജിറ്റിയുടെ ചോദ്യം. അതിന് തക്കതായ ഉത്തരം പിതാവ് നൽകി. ജിറ്റിക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. കൃത്യമായ ഉത്തരം ലഭിച്ചു. താങ്ക് യു പിതാവേ. താങ്ക് യു ജിറ്റി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് അടുത്തതായി ചോദിക്കുന്നത്? ജിഷ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് ജിഷ. ഞാൻ ചോദിക്കാൻ പോകുന്നത് യുവതലമുറകൾക്കിടയിലുള്ള ഒരു സംശയമാണ്. ഈശോ പരസ്യജീവിത കാലത്ത് ഇന്ത്യയിൽ വന്നു എന്നും വന്നില്ല എന്നും പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജിഷയുടെ ചോദ്യം പല വേദികളിലും ഉയർന്നു കേൾക്കാറുള്ളൊരു ചോദ്യമാണ്. അതായത്, നമ്മൾ ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോ ഇന്ത്യയിൽ വന്നെന്ന് ആരും പറയാൻ സാധ്യത കുറവാണ്. മറിച്ച് ഈശോയുടെ രഹസ്യ ജീവിതകാലത്ത്, അല്ലെ ആ 30 വയസ്സിനിടയിൽ ഈശോ ഇങ്ങനെ പലയിടത്തേക്കും പോയി എന്നും അങ്ങനെ പോകുന്ന വഴിയിൽ ഈശോ ഇന്ത്യയിൽ വന്നു എന്നൊക്കെയുള്ള കഥകളുണ്ട്. ഇപ്പം നമ്മുടെ KP കേശവമേനോൻ്റെ ക്രിസ്തുദേവൻ എന്ന് പറയുന്ന മലയാള ഗ്രന്ഥമുണ്ട്. അതിൽ അപ്രകാരം സൂചനകളുണ്ട്. ഈശോ ഇന്ത്യയിൽ വന്നു, ഈശോ കാശ്മീരി വന്നെന്നും ഇങ്ങനെ മുനിമാരുമായിട്ടൊക്കെ സംവാദത്തിലേർപ്പെട്ടു എന്നൊക്കെ പറയുന്ന പല കഥകളും അതുപോലെ തന്നെ ഊഹാപോഹങ്ങളും ഒക്കെയുണ്ട്. ഈശോ കുരിശേന്ന് ഓടി രക്ഷപ്പെട്ടെന്നും അങ്ങനെ കാശ്മീരി വന്ന് താമസിച്ച് അവസാനം മരിച്ചെന്നും പറയുന്ന, ഈശോയുടേതാണെന്ന് പറഞ്ഞ് കല്ലറ വരെയും കാശ്മീരി ഉണ്ടെന്ന് പറയുന്ന ചില വിഭാഗക്കാരുണ്ട്. ഇതൊക്കെ വെറും തോന്നലുകളോ അടിസ്ഥാനരഹിതമായ വാദങ്ങളോ ആണ്. അവയ്ക്കൊന്നിനും ചരിത്രപരമായ പിൻബലമില്ല. സുവിശേഷങ്ങളാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആധികാരികമായ വിവരണങ്ങൾ. സുവിശേഷങ്ങളിൽ പറയാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ നമ്മൾ പോയി ഊഹാപോഹങ്ങളിൽ തപ്പിത്തടയേണ്ട കാര്യമില്ല എന്നാണ് ഇതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഈശോ ഇന്ത്യയിൽ വരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വരിക അത്ര എളുപ്പമൊന്നുമില്ല അന്നത്തെ കാലത്ത്. ഇന്നാണെങ്കിൽ പലസ്തീനായിൽ നിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ത്യയിൽ ഫ്ലൈറ്റിനെത്താം. അന്ന് ഫ്ലൈറ്റും സംവിധാനമൊന്നുമില്ല. ഇന്ത്യയിൽ വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യം. കാരണം ഒന്നെങ്കിൽ കരമാർഗം വർഷങ്ങൾ നടക്കണം ഇവിടെ എത്തണം.
അതല്ല എങ്കിൽ കടൽ മാർഗം മാസങ്ങൾ സഞ്ചരിക്കും. അപ്പോൾ ഈശോ അപ്രകാരം ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ സുവിശേഷങ്ങൾ തരുന്ന ഉത്തരം ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ മാതാപിതാക്കൾക്ക് വിധേയരായി നസ്രത്തിൽ ജീവിച്ചു എന്നാണ്. അതാണ് സുവിശേഷം തരുന്ന സാക്ഷ്യം എന്നുള്ളതിനാൽ ആ സാക്ഷ്യത്തിൽ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് ഇതേക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈശോ ഇന്ത്യയിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ ചരിത്ര വസ്തുതകളെ വിലയിരുത്തി പഠിക്കുമ്പോൾ ഈശോ ഇന്ത്യയിൽ വന്നിരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട്. ജിഷയുടെ സംശയത്തിന് കൃത്യമായി ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. കൃത്യമായിട്ട് ഉത്തരം ലഭിച്ചു പിതാവേ. താങ്ക് യു. താങ്ക് യു ജിഷ. അടുത്ത ചോദ്യം ആരുടേതാണ്? തോമസ് ആണ് ചോദിക്കുന്നത്. തോമസ്, ചോദിച്ചോളൂ. അഭിനന്ദ പിതാവേ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നുണ്ടായ ഒരു സംശയമാണ്. മീഡിയവൽ തിയോളജിയൻസ് പഠിപ്പിക്കുന്നത് ഈവിൾ ഈസ് ആൻ ആബ്സെൻസ് ഓഫ് ഗുഡ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സഭ പഠിപ്പിക്കുന്നത് പിശാച് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? ഇവിടുത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യെസ്, മെഡീവൽ തിയോളജിയൻസ് ആബ്സെൻസ് ഓഫ് ഗുഡ് എന്ന് ഈവിളിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ തിന്മ എന്നുള്ളതിനെ വിശദീകരിക്കുന്ന ഒരു നിർവചനം മാത്രമാണ്. അതായത് ഇപ്പോൾ പ്രകാശം, ഇരുട്ട് എന്നത് യാഥാർത്ഥ്യമല്ല, വെളിച്ചമാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് മെഡീവൽ തിയോളജിയൻസ് പഠിപ്പിക്കുന്നത്, അല്ലേ? ഇരുട്ട് യാഥാർത്ഥ്യമല്ല, വെളിച്ചമാണ് യാഥാർത്ഥ്യം. ഒരു മുറിയിലേക്ക് നിങ്ങൾക്ക് ഇരുട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അതേസമയം ഒരു മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുപോകാൻ പറ്റും. വെളിച്ചമില്ലാണ്ടായാലുള്ള അവസ്ഥയാണ് ഇരുട്ട് എന്ന് പറയും. അതുകൊണ്ട് ഇരുട്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ല, ഇരുട്ട് ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാത്രമാണ് എന്ന് മെഡീവൽ തിയോളജിയൻസ് പറയും. അതുപോലെ തിന്മ എന്ന് പറയുന്നത് നന്മയുടെ ഇല്ലായ്മയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം തിന്മ എന്ന് പറയുന്നത് കേവലം ഒരു ആബ്സെൻസ് മാത്രമാണ്, ഒരു അഭാവം മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. മറിച്ച് നന്മയുടെ ഇല്ലായ്മ തിന്മയ്ക്ക് കാരണമാകാം. ചില തിന്മകൾ നന്മയുടെ ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം ശാന്തതയുടെ ഇല്ലായ്മ കോപത്തിന് കാരണമാണ്. പക്ഷെ കോപം യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാലോ? തോമസ് ദേഷ്യം വന്ന് അടുത്തിരിക്കുന്നയാളുടെ കർണക്കുറ്റിക്ക് അടിച്ചു, ഈ ഡൊമിനിക്കിൻ്റെ കർണക്കുറ്റിക്ക് അടിച്ചു. അവൻ്റെ മൂക്കിക്കട ചോര വന്നു. ആ അടി അഭാവവും ഇല്ലായ്മയുമാണോ? അടിയിൽ അവൻ പുകഞ്ഞുപോയി, അല്ലേ? അവൻ്റെ മൂക്കിക്കട ചോര വന്നു. ആ ചോര യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ്. തിന്മ എന്ന് പറയുന്നത് വെറും ഇല്ലായ്മ മാത്രമാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് സ്പേസാൾവി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ ഒരു ആശയത്തെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നു. തിന്മ എന്ന് പറയുന്നത് കേവലം ഇല്ലായ്മ മാത്രമാണ് എന്ന് വിചാരിച്ചാൽ അത് തികച്ചും തെറ്റായ വ്യാഖ്യാനമാണ്. മറിച്ച് തിന്മ എന്നത് യഥാർത്ഥത്തിലുണ്ട്, പിശാച് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈവിളിനെ കേവലം ഇല്ലായ്മയായിട്ടോ അഭാവമായിട്ടോ ആബ്സെൻസ് ആയിട്ടോ മാത്രം ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതുകൊണ്ട് ഈ ഇല്ലായ്മ എന്ന് പറയുന്നത് തിന്മയെ മനസ്സിലാക്കാനുള്ള ഒരു സൂചന മാത്രമാണ്. പക്ഷേ അതിനെ തിന്മയുടെ നിർവചനമായിട്ടോ അതിൻ്റെ സമഗ്രതയെ ഉൾക്കൊള്ളുന്ന ഒരു വ്യാഖ്യാനമായിട്ടോ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭ പിശാചുണ്ട് എന്നും തിന്മ യാഥാർത്ഥ്യമാണ് എന്നും നമ്മളെ പഠിപ്പിക്കും. തിന്മ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതല്ലേ. അത് കേവലം അഭാവം മാത്രമല്ലല്ലോ. ഒരുത്തനെ കുത്തിക്കൊന്നു എന്നുള്ളത് അതൊരു ഇല്ലായ്മയാണ്. അവൻ ഇല്ലാതാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ പ്രവൃത്തി ഒരു ഇല്ലായ്മയല്ല. ഇറ്റ്സ് എ റിയൽ ആക്ട് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് റിയൽ കോൺസിക്വൻസ്. അതൊരു യഥാർത്ഥ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയുടെ അനന്തരഫലവും യഥാർത്ഥം. അതുകൊണ്ട് തിന്മ ഒരിക്കലും അഭാവമല്ല. അല്ലേ തോമസ്? എന്നാ ചിന്തിക്കുന്നേ? ശരിയാ പിതാവേ. ഗുഡ്.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഡൊമിനിക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. ഡൊമിനിക്, ചോദിച്ചോളൂ. അഭിവന്ദ്യ പിതാവേ, കഴിഞ്ഞ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ കാണുന്നുണ്ട് യേശു തൻ്റെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി വേദശാസ്ത്രികളുമായി തർക്കിച്ച് അവരെ പരാജയപ്പെടുത്തിയെന്ന്. അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജൂയിഷ്, ഈജിപ്ത്യൻ, മെസ്സപ്പൊട്ടേമിയൻ ട്രഡീഷൻ അനുസരിച്ച് ഒരു കുട്ടിക്ക് തൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നുമാണ്. ഒന്നെങ്കിൽ ഈശോയ്ക്ക് തൻ്റെ ഈ അറിവ്, അഗാധമായ അറിവ് കിട്ടിയിരിക്കേണ്ടത് അവൻ്റെ ഭവനത്തിൽ നിന്നായിരിക്കണം. അതായത് യവസേ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നായിരിക്കണം. മരപ്പണിക്കാരനെ യവസേ പിതാവിനോ മാതാവിനോ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ അറിവ് ഇന്നേറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഡൗട്ട്. യെസ്, അതായത് ഈശോയ്ക്ക് വേദശാസ്ത്രികളുമായി തർക്കിക്കാൻ തക്ക അറിവ് 12-ാം വയസ്സിൽ എങ്ങനെ കിട്ടി? ഇതാണ് ഡൊമിനിക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. അത് മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടിയത്, അതോ ഈശോയ്ക്ക് ദൈവമായിരുന്നത് കൊണ്ട് സ്വതസിദ്ധമായി കിട്ടിയതാണ്? ഇതല്ലേ? ഓക്കെ. അതായത് യഹൂദ പാരമ്പര്യത്തിൽ തീർച്ചയായും മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. യോസേപ്പ് പിതാവും മാതാവും യഹൂദ നിയമങ്ങളിൽ കൃത്യതയും വ്യക്തതയുമുള്ള മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച്, തിരുവചനങ്ങളെക്കുറിച്ച് മാതാവും യോസേപ്പ് പിതാവും ഈശോയെ പഠിപ്പിച്ചു എന്ന് ചിന്തിക്കുന്നതിൽ ഒരു അസാംഗത്യവുമില്ല. കാരണം അവർ വളരെ കൃത്യമായി യഹൂദ നിയമങ്ങളും നിഷ്ഠകളും പഠിക്കുക മാത്രമല്ല, അത് ജീവിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈശോയെ പഠിപ്പിക്കുക ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്, 12-ാം വയസ്സാകുമ്പോൾ സാധാരണ യഹൂദ ബാലന്മാർ ജെറുസലേമിൽ പോയി റബ്ബിമാരുമായുടെ കീഴിൽ ഔദ്യോഗികമായി നിയമപഠനം ആരംഭിക്കും. അത് ചിലർ 1-2 കൊല്ലമൊക്കെ പഠിച്ച് വെച്ച് തിരിച്ചു പോകും. ചിലർ 12 കൊല്ലം പഠിക്കും. അങ്ങനെ പഠിക്കുന്നവൻ വീണ്ടും റബ്ബിയായിത്തീരും. അങ്ങനെയാണ് യഹൂദ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ റബ്ബിമാരെക്കാളും കൂടുതൽ ജ്ഞാനം ഈശോയ്ക്ക് ഉണ്ടായി എന്ന് പറയും. തീർച്ചയായും അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ജ്ഞാനമാണ്. ഈശോ തൻ്റെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്തതാണ്. അതോടൊപ്പം തന്നെ ഈശോയുടെ ദൈവ സ്വഭാവവും അവിടെ പ്രവർത്തന നിരതമായി എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. അതായത് ഈശോ സമ്പൂർണമായി അത്ഭുതകരമായും ദൈവജ്ഞാനത്താൽ എല്ലാം അറിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഈശോയുടെ മനുഷ്യ സ്വഭാവത്തെ നിസ്സാരവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ്. ഏതൊരു മനുഷ്യ വ്യക്തിയെയും പോലെ ഈശോയും മാതാപിതാക്കളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു, ഗ്രഹിച്ചു എന്ന് തന്നെ സുവിശേഷം അർത്ഥമാക്കുന്നുണ്ട്. സഭ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം ഈശോ ദൈവമായിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് നിത്യസത്യങ്ങളെക്കുറിച്ച് മറ്റാരും അറിയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കും. എൻ്റെ ചോദ്യത്തിന് വളരെ മനോഹരമായ പിതാവ് മറുപടി നൽകി. പിതാവേ, താങ്ക് യു ഡൊമിനിക്. ഈശോ ദൈവപുത്രനായിരുന്നു, ഒപ്പം അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായിരുന്നു. നമ്മുടെ എല്ലാം ചോദ്യങ്ങൾക്ക് വളരെ ഗഹനമായ കൃത്യമായ ഉത്തരം പിതാവ് നൽകുകയുണ്ടായി. ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായും കൃത്യമായും ഞങ്ങൾക്ക് പകർന്നു തന്ന അഭിമന്യ പിതാവിന് നന്ദി അർപ്പിക്കുന്നു. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും പുതിയ എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.